എവിടെ ലഡുവിലേക്ക് നമ്മൾ ഇതിന്റെ സ്പൈസസ് ഒക്കെ ഇട്ടു. അതായത് സ്പൈസസ് ഇതൊക്കെയാണ് നമ്മുടെ സ്പൈസസ്. അതായത് കാർഡമം പിന്നെ ജിഞ്ചർ പൗഡർ, അത് രണ്ടും ഓരോ പിഞ്ച് വീതം ഇപ്പൊ ഇട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ കാർഡമം ജിഞ്ചർ പൗഡർ ഒക്കെ ഇട്ടു. പിന്നെ ചിലപ്പോ ഇതിന്റെ ഓവർ മധുരം നമുക്ക് അത്ര പിടിച്ചില്ലെങ്കിൽ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇടാം. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. കുഴപ്പമില്ല, ഓവർ മധുരം ഇച്ചിരി ആവാം. ഇപ്പൊ മധുരത്തിന്റെ ഒരു സമയമാണല്ലോ. വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇടുക, നട്ട്സ് ഡ്രൈ റൈസിൻസും എല്ലാം കൂടെ ഉള്ളത് ഇതിലേക്ക് തട്ടി കൊടുക്കുക. വാൾനട്ട്, ആൽമണ്ട്സ്, എല്ലാ അണ്ടികളും ഏമണ്ടീസ് എല്ലാവരും കൂടെ ഏമിൽ ചെയ്തു, എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. അവസാനത്തെ ഘട്ടമാണ്. അപ്പൊ ഇനി കൈകൊണ്ടാണ് ഇത് ഉരുട്ടുന്നത് അല്ലേ? അതെ, ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാം ആയിരിക്കുമ്പോ തന്നെ നമ്മള് കൈകൊണ്ട് ഉരുട്ടണം. എന്തായി? കയ്യിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ തടവിയിട്ട് നമുക്ക് അത് ഇതായി, പരുവമായി. ഇനി വേറൊന്നും ചെയ്യണ്ട, ഇതിങ്ങനെ ഉരുട്ടി വെച്ച് ഉരുട്ടിയെടുക്കുക. ചായ റെഡിയായോ? ചായ റെഡി. ഞാൻ തേയില ഇട്ട് മാറ്റി വെച്ചിരിക്കുക. പോപ്പി സീഡ്സ് ഇതിനകത്ത് വേണമെങ്കിൽ ഇടാം. ഞാൻ ഇപ്പൊ ആക്ച്വലി ഇതിനൊരു ഡെക്കറേറ്റിംഗ് ഐറ്റം ആയിട്ട് യൂസ് ചെയ്യാൻ പോവാണ്. ഇതിലിട്ട് ഒന്നിങ്ങനെ എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇത്രയും വലിയ ലഡു ആക്കിയാൽ ചിലപ്പോ ഒരെണ്ണം ഫുള്ള് കഴിച്ചെന്ന് വരില്ല. അതൊക്കെ കൊണ്ടുപോവാ. എന്നാലും ഞാൻ തേയില തന്ന് കുടിപ്പിച്ച് കഴിപ്പിക്കും. സാധനം ഒന്ന് തന്നാ മതി, കഴിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ലഡു ആൻഡ് ചായ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം ജ്വാല ആൻഡ് നിത്യ. എനിക്ക് ഈ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. കെട്ടിക്കോളാം. താങ്ക് യു. നല്ല ലഡു ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. സോ അത് നമുക്ക് നമ്മുടെ പ്രേക്ഷകർ കാണിച്ചു കൊടുക്കാം. വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു ആണ്, കോക്കനട്ട് ലഡു. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല രീതിയിൽ അവരത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ടേസ്റ്റിൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു നല്ല ഒരു ലഡു തന്നെയായിരിക്കും. നന്നായിട്ട്, നല്ല ക്രഞ്ചി. ഏലക്ക അതുപോലെ കാഷ്യൂ അതിൻ്റെ എല്ലാം നല്ല എല്ലാം നന്നായിട്ട് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ലഡു, കുഞ്ഞു കുഞ്ഞു ലഡുകളാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബോൾസ് പോലെ ഇങ്ങനെ എടുത്തിട്ടിട്ട് കഴിച്ചിട്ട് ഓടാം. നന്നായിട്ട്. കട്ടൻ ചായ ലഡു പൊളി. സോ ശ്വേതജി അടിപൊളിയാണ്, ഒന്നും പറയാനില്ല അല്ലേ? നമ്മൾ പറയില്ലേ, എല്ലാം നല്ല കാര്യത്തിന്റെ അവസാനം ഒരു മധുരം, അല്ലാതെ തുടക്കവും മധുരമാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു എപ്പിസോഡ് നമ്മൾ തീർക്കുന്നത് തന്നെ നല്ല ബ്യൂട്ടിഫുൾ യമ്മി ഹെൽത്തി ലഡു ആണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ തിങ്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയാണ്, നല്ല ഹെൽത്തി ആൻഡ് നല്ല ടേസ്റ്റിയാണ്. സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്.